ഹരേ കൃഷ്ണ. വൃഥാ ജന്മഹ്യ പുത്രസ്യ യേ ച ധർമ്മ ബഹിഷ്കൃതാ പരപാകേഷു യേഷ്നന്തി ആത്മാർത്ഥം ച വചേതുയ. പുത്രനില്ലാത്തവൻ്റെയും ധർമ്മമില്ലാത്തവൻ്റെയും പരാന്നം കൊണ്ടു ജീവിക്കുന്നവൻ്റെയും തനിക്കു വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്നവൻ്റെയും ജന്മം പാഴിലാണ്. അതുപോലെ പാത്രമറിഞ്ഞല്ലാതെ അസമയത്തും അനാവശ്യ കാര്യങ്ങൾക്കും ദാനം ചെയ്യുന്നതും പാഴിലാണ്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായതാണ് അന്നദാനം. മറ്റു വിധത്തിലുള്ള ദാനങ്ങളെ കൊണ്ടെല്ലാം കിട്ടുന്നതിലധികം ഫലം അന്നദാനം കൊണ്ട് കിട്ടുന്നു. വനത്തിൽ ജനന സമയത്തു തന്നെ വളർന്നു യുവാവായ കൃഷ്ണദ്വൈപായനൻ മാതാവിനോട് യാത്ര ചോദിച്ച് അപ്രത്യക്ഷനായ ശേഷം അനേക വർഷങ്ങൾ അദ്ദേഹത്തെ നാം കാണുന്നില്ല. അദ്ദേഹം വനാന്തരങ്ങളിൽ മുനിമാരോടുമൊന്നിച്ച് കഴിഞ്ഞുകൂടുകയും വേദശാസ്ത്രാദികൾ അഭ്യസിക്കുകയും ചെയ്തിരിക്കാം. അതിൻ്റെ ശേഷം ഒരു ആധ്യാത്മിക ഗുരുവായി രംഗപ്രവേശം ചെയ്യുന്നത് സരസ്വതീ നദിയുടെ തീരത്താണ്. അവിടെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ദിവസം അദ്ദേഹം ആശ്രമത്തിൻ്റെ ഏറ്റവും അടുത്തായി 2 കുരുവി പക്ഷികളെ കണ്ടു. ചുണ്ടും കാലും ചുവന്ന് തൂവൽ മുളയ്ക്കാതെയും പറക്കുവാൻ ശക്തിയില്ലാതെയും ഇരിക്കുന്ന ആ പക്ഷിക്കുഞ്ഞുങ്ങളെ അവയുടെ മാതാപിതാക്കന്മാർ അനേകം വാത്സല്യത്തോടെ പരിരക്ഷിക്കുന്നു. അവ പറന്ന് സമീപ പ്രദേശങ്ങളിൽ ചെന്നിരുന്ന് ഭക്ഷണ സാധനങ്ങളും കൊത്തിപ്പെറുക്കി കൂടെ കൂടെ മടങ്ങി വരുന്നു. അപ്പോഴേക്കും മാതാപിതാക്കന്മാരെ കണ്ട് സന്തോഷം കൊണ്ട് ആ കുഞ്ഞു കുരുവികൾ പവിഴക്കൊടി പോലെ ചുമന്ന ചുണ്ടുകൾ അനക്കിക്കൊണ്ട് കിടന്നു പിടയുന്നു. അച്ഛനും അമ്മയും വന്നു കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുന്നു. അവയെ ഭക്ഷണം കൊടുത്ത് സംതൃപ്തരാക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ചിറകുകൾക്കുള്ളിൽ ആ ചെറു കുട്ടികൾ കടന്നൊളിച്ച് ചിറകുകൾക്കിടയിൽ കൂടി ചെറു ശിരസ്സുകളെ വെളിയിലേക്ക് നീട്ടി നാലുപാടും എത്തി നോക്കി ആനന്ദിക്കുന്നു. പുത്രോൽപത്തി. ഈ രംഗം കണ്ട് വ്യാസനിലെ അച്ഛൻ ഉണർന്നു. സ്നേഹത്തിനു വേണ്ടി മാത്രമുള്ള ഈ പുത്രവാത്സല്യം നിഷ്കളങ്കവും പരിശുദ്ധവുമാണെന്ന് അദ്ദേഹം ഉറച്ചു. മാത്രമല്ല അപുത്രന് സ്വർഗവും ഗതിയുമില്ലെന്നാണല്ലോ വിധി. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു ശോകമൂകനായി വ്യാസൻ ഹിമവൽ പാർശ്വത്തിലെത്തി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സംശയം തീർന്നില്ല. തനിക്കിഷ്ടമുള്ള വരങ്ങളെ വരിക്കുവാൻ ഏതു ദേവനെയാണ് തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കേണ്ടത് എന്ന് വ്യാസൻ ആലോചന തുടങ്ങി. ഇങ്ങനെ ചിന്താവിഷ്ടനായിരിക്കുമ്പോൾ നാരദർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. സംഭാഷണത്തിൽ നിന്നും വ്യാസന്റെ അപുത്ര ദുഃഖം നാരദർ ഗ്രഹിച്ചു. പുരുഷാർത്ഥങ്ങൾ സാധിക്കുന്നതിന് ദേവിയെ തപസ്സു ചെയ്യണമെന്ന് നാരദർ ഉപദേശിച്ചു. ഈ ഉപദേശം കേട്ട് വേദവ്യാസർ ദേവീഭജനത്തിനായി മഹാമേരുവിൻ്റെ സാനുപ്രദേശത്തേക്ക് നടന്നു. വ്യാസന്റെ തപസ് ആരംഭിച്ചതോടുകൂടി തപോവിഘ്നത്തിനു വേണ്ടി ദേവസ്ത്രീകൾ വട്ടമിട്ടു. ഘൃതാചി എന്ന അപ്സരസാണ് വ്യാസനെ നേരിട്ടത്. അവൾ ഒരു പഞ്ചവർണ്ണക്കിളിയുടെ രൂപമെടുത്ത് വ്യാസന്റെ മുമ്പിൽ കൂടി പറന്നുപോയി. ഘൃതാചിയുടെ സൗന്ദര്യം കണ്ട് മുനി മതിമറന്നു. അങ്ങനെ തൻ്റെ മുന്നിൽ നിന്നും പറന്നുപോയ ശുഗത്തെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് കാമാതുരമായ മനസ്സോടെ അദ്ദേഹം അരണി കടഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അരണിയിൽ നിന്നും അത്യന്തം കാന്തിമാനും ദിവ്യനുമായ ഒരു പുരുഷൻ ജാതനായി. അയോനിജനായ ആ ശിശു അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ സമസ്ത ലോകവും അതിയായി സന്തോഷിച്ചു. ഈ ശിശുവിനു വേണ്ടി കൃഷ്ണാജിനം, കമണ്ഡലു, യോഗദണ്ഡം മുതലായവ ആകാശത്തിൽ നിന്നു തന്നെ നിലത്തേക്ക് വീഴുകയുണ്ടായി. ജാതകർമാദികൾ വിധിപ്രകാരം വ്യാസൻ തന്നെ കഴിച്ചു. ശുഗത്തെ കണ്ടു മോഹിച്ച് ആ മോഹത്തിൽ നിന്ന് ജനിക്കയാൽ ആ കുമാരന് ശുഗൻ എന്നു പേരിട്ടു. ശുഗൻ ജനിച്ച ഉടനെ തന്നെ ദിവ്യശക്തി കൊണ്ട് വളർന്ന് വളരെ താമസിയാതെ അതിതേജസ്വിയായ ഒരു ബാലനായി തീർന്നു. ഉപനയനാന്തരം ദേവഗുരുവായ ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ പോയി വിദ്യകളെല്ലാം അഭ്യസിച്ച്
അതിസമർത്ഥനായി. ഇങ്ങനെ കുറെ കാലം ബൃഹസ്പതിയോടുകൂടി താമസിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സമാവർത്തനവും ഗുരുദക്ഷിണയും മറ്റും കഴിച്ച് ശുകദേവൻ പിതാവായ വ്യാസന്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി. ശ്രീ വേദവ്യാസന്റെ ഗുരുകുലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും മഹാഭാരതം ഇങ്ങനെ പറയുന്നു. സൃഷ്ടികാലത്തിൽ ഈശ്വരന്റെ മുഖത്ത് നിന്ന് ആവിർഭവിച്ച വേദം ഋക്ക് മുതലായ 4 പാദങ്ങളോട് കൂടിയതും 1,00,000 ഗ്രന്ഥങ്ങൾ അടങ്ങിയതുമായിരുന്നു. വേദങ്ങളിൽ നിന്ന് 10 യജ്ഞങ്ങളുണ്ടായി. അതിൻ്റെ ശേഷം വ്യാസൻ 4 പാദങ്ങളോടുകൂടി ഒന്നായിരുന്ന വേദത്തെ 4ആയി വിഭജിച്ചു. മഹത്തുക്കളായ അനേകം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈശമ്പായനൻ, അസിതൻ, ദേവലൻ, സുമന്തു, ജൈമിനി, പൈലൻ എന്നിവരായിരുന്നു പ്രമുഖർ. ബ്രഹ്മാവിൻ്റെ ഉപദേശമനുസരിച്ച് ബാദരായണൻ വേദങ്ങളുടെ മറുകര കാണുവാൻ കഴിവുള്ള 4 ശിഷ്യന്മാരെ അതിൽ നിന്നും തിരഞ്ഞെടുത്തു. ഋഗ്വേദം പഠിക്കുവാൻ പൈലനെയും, യജുർവേദത്തിന് വൈശമ്പായനനെയും, സാമവേദത്തിന് ജൈമിനിയെയും തിരഞ്ഞെടുക്കുകയും അഥർവവേദത്തിന് സുമന്തുവിനെയും തിരഞ്ഞെടുത്തു. അവർക്ക് ഓരോ വേദവും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവർക്ക് പുറമെ ഇതിഹാസ പുരാണങ്ങൾക്ക് രോമഹർഷണൻ എന്ന മഹാബുദ്ധിമാനായ സൂത പൗരാണികനെയും തിരഞ്ഞെടുത്തു. പുത്രനായ ശുകനും അച്ഛൻ്റെ അടുക്കൽ വിദ്യാഭ്യാസം ചെയ്തു. വർഷങ്ങൾക്കു ശേഷം പുത്രനായ ശുകൻ കൈലാസത്തിലേക്ക് തപസ്സിനായി യാത്രയായി. കാലക്രമത്തിൽ ശിഷ്യരും ഉപശിഷ്യന്മാരുമൊക്കെയായി ഒരു മഹനീയ ഗുരുകുലമായി മാറിയിരുന്ന ആശ്രമത്തിൽ നിന്ന് ശിഷ്യരെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞു മടങ്ങി. ഇത് അദ്ദേഹത്തിന് വളരെ ദുഃഖം നൽകി. അദ്ദേഹം അമ്മയെ ഓർത്തു. ഈ നിമിഷത്തിൽ തന്നെയാണ് സത്യവതിയായ അമ്മയും തൻ്റെ സത്യവാക്കായ പുത്രനെ ഓർത്തത്. വ്യാസദേവന്റെ നാമം കേട്ടപ്പോൾ തന്നെ ഭീഷ്മർ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, എനിക്കത് പൂർണ്ണ സമ്മതം തന്നെയാണ്. ഈ വംശത്തിൽ ഉത്തമ സന്തതികൾ ഉണ്ടാകുവാൻ അദ്ദേഹം കനിയട്ടെ. ഭവതി ഇപ്പോൾ തന്നെ വേണ്ടത് ചെയ്യുക. ഭീഷ്മരുടെ സമ്മതം കിട്ടിയപ്പോൾ സത്യവതി കാനീനപുത്രനായ വ്യാസനെ മനസാ സ്മരിച്ചു. വേദവ്യാസ മഹർഷി ഉടനെ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, അമ്മയുടെ എന്ത് ഹിതമാണ് ഞാൻ സാധിപ്പിക്കേണ്ടത്? മാതാവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുവാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. വളരെ കാലത്തിന് ശേഷമുള്ള പുത്രദർശനത്തിൽ മാതൃവാത്സല്യം വഴിഞ്ഞൊഴുകുന്ന ഹൃദയത്തോടുകൂടി സത്യവതി വ്യാസനെ ഗാഠമായി പുണർന്നുകൊണ്ട് പറഞ്ഞു, മകനെ, നീ ത്രികാലജ്ഞനാണ്, നിനക്കെല്ലാം അറിയാം. എങ്കിലും എൻ്റെ ഒരാവശ്യം ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. എൻ്റെ അച്ഛൻ ചിലതെല്ലാം ആഗ്രഹിച്ചു, എന്നാൽ ദൈവം വേറെ വിധത്തിലാണ് പ്രവർത്തിച്ചത്. ചിത്രാംഗതനും വിചിത്രവീര്യനും പുത്രന്മാരില്ലാതെ മരിച്ചതുകൊണ്ട് ഈ വംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതിരിക്കുകയാണ്. ഭീഷ്മർ സത്യപ്രതിജ്ഞനായതുകൊണ്ട് രാജ്യഭരണത്തിലോ വംശത്തിൻ്റെ നിലനിൽപ്പിനായി സന്തതികളെ ജനിപ്പിക്കുന്നതിലോ താൽപ്പര്യമില്ലാത്തവനാണ്. നിന്റെ അനുജനായ വിചിത്രവീര്യനു ദേവസ്ത്രീകളെ പോലെ അതിസുന്ദരിമാരായ 2 ഭാര്യമാരുണ്ട്. പൂർണ്ണ യൗവനത്തോടുകൂടി നിൽക്കുന്ന അവർ പുത്രകാമിനികളുമാണ്. അവരിൽ നീ സന്തതികളെ ഉൽപ്പാദിപ്പിച്ച് ഈ വംശം നിലനിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ സ്മരിച്ചതും. മാതൃവാക്യം കേട്ടു വ്യാസൻ പറഞ്ഞു, ധർമാധർമ്മ തത്വം അറിയുന്ന ഭവതിയുടെ വാക്കുകൾ അനുസരിക്കുന്നത് എൻ്റെ കർത്തവ്യമാണ്. അനുജന്റെ ഭാര്യമാരിൽ ഞാൻ പുത്രന്മാരെ ജനിപ്പിക്കാം. എന്നാൽ അതിനൊരു വർഷം മുഴുവൻ വ്രതചര്യയിലിരുന്ന് ആത്മശുദ്ധി നേടേണ്ടതുണ്ട്. വ്രതശുദ്ധികളല്ലാത്ത നാരിമാർക്ക് എന്നെ സമീപിക്കുവാനുള്ള അർഹതയില്ല. സത്പുത്ര ലാഭത്തിന് അത് ആവശ്യവുമാണ്. അത് കേട്ട് സത്യവതി പറഞ്ഞു, അത്രയും കാലതാമസം ശരിയല്ല. രാജ്യം അരാജകമായിരുന്നാൽ പ്രജകൾ അനാഥരാകും, അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് താമസിയാതെ അവരിൽ ഗർഭധാനം ചെയ്യണം. ഭീഷ്മർ അവരെ വളർത്തിക്കൊള്ളും. വ്യാസദേവൻ പറഞ്ഞു, കാലം കാക്കാതെ പുത്രോൽപത്തി ചെയ്യണമെങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ സഹിക്കേണ്ടി വരും. രൂപം, വേഷം, ഗന്ധം ഇവയിലുണ്ടാകുന്ന ദോഷങ്ങളെയും അവർ സഹിക്കേണ്ടി വരും. രൂപം, വേഷം, ഗന്ധം ഇവയിലുണ്ടാകുന്ന ദോഷങ്ങളെ അവർ
സന്തോഷത്തോടെ സഹിക്കുന്നില്ല എങ്കിൽ ആ ന്യൂനതകൾ പുത്രന്മാരിലും ഉണ്ടാകും. അങ്ങനെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഞാൻ സന്നദ്ധനാണ്. ഇന്നു രാത്രി തന്നെ ഞാൻ വരുന്നതാണ്. ഇത്രയും പറഞ്ഞ് വ്യാസൻ അന്തർധാനം ചെയ്തു. സത്യവതി ഉടനെ അംബികയെയും അംബാലികയെയും വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭർതൃ സഹോദരൻ പുത്രോൽപാദനത്തിനായി വരുമ്പോൾ അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണമെന്നും പ്രത്യേകം പറഞ്ഞു. ഋതുസ്നാതയായ അംബിക സർവാഭരണഭൂഷിതയായി ശയനഗൃഹത്തിൽ പുതിയ പതിയെയും കാത്തിരുന്നു. രാത്രി അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് വ്യാസൻ അംബികയുടെ ശയനാകാരത്തിൽ പ്രവേശിച്ചു. താൻ പ്രതീക്ഷിച്ചിരുന്ന സുന്ദരനായൊരു പുരുഷനു പകരം നീണ്ട ജടയോടും താടിയോടും കൂടി ഒരു വികൃത രൂപനാണ് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് കണ്ടപ്പോൾ അംബിക തൻ്റെ കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ചു. പുത്രോൽപാദനം കഴിഞ്ഞു വന്ന വ്യാസനോട് അമ്മ സത്യവതി ചോദിച്ചു, ഇവളിൽ ഗുണവാനായ പുത്രൻ ജനിക്കുമോ? മഹാശക്തനും മഹാബുദ്ധിമാനുമായൊരു പുത്രൻ ജനിക്കും. എന്നാൽ അവൻ്റെ അമ്മ ചെയ്ത തെറ്റുകൊണ്ട് അവൻ അന്ധനായിരിക്കും എന്നായിരുന്നു വ്യാസന്റെ മറുപടി. അന്ധനായ പുത്രൻ രാജ്യപരിപാലനത്തിനു ശക്തനാവുകയില്ലല്ലോ എന്നോർത്ത് ദുഃഖിതയായ സത്യവതി വീണ്ടും വ്യാസനോടൊരു പുത്രനെ നൽകുവാൻ അപേക്ഷിച്ചു. ഈ പ്രാവശ്യം അംബാലികയോടാണ് സത്യവതി ഭർതൃ സഹോദരനെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടത്. അംബാലിക രാത്രി ശയനഗൃഹം അലങ്കരിച്ച് സർവാഭരണ ഭൂഷിതയായി വ്യാസനെ പ്രതീക്ഷിച്ചു. ഈ പ്രാവശ്യവും വ്യാസൻ വേഷത്തിലും രൂപത്തിലും വൈരൂപ്യം പൂണ്ട ഒരാളായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അത്യന്ത വിരൂപനായൊരു മഹർഷിയെ കണ്ട മാത്രയിൽ അംബാലിക വിവർണയായി പാണ്ഡുരയായി തീർന്നു. ആ നിലയിൽ ഭർത്താവിനോട് ചേർന്ന അവൾക്കുണ്ടാകുന്ന പുത്രദേഹം മുഴുവൻ പാണ്ഡുവർണ്ണത്തോടു കൂടിയതായിത്തീരും എന്നറിഞ്ഞ സത്യവതി വിഷണ്ണയായി. യാതൊരു ദോഷവുമില്ലാത്ത ഒരു ഉത്തമ പുത്രനെ ജനിപ്പിക്കണമെന്ന് വ്യാസനോട് വീണ്ടും അപേക്ഷിച്ചു. ഈ പ്രാവശ്യം അംബികയോട് പ്രത്യേകം ഉപദേശിച്ചിരുന്നു എങ്കിലും വികൃത വേഷത്തോടു കൂടിയ ഒരാളെ സ്വീകരിക്കുവാൻ അവൾ സന്നദ്ധയായില്ല. അതുകൊണ്ട് തൻ്റെ സഖിയായ ശൂദ്രസ്ത്രീയെ സ്വന്തം ആഭരണങ്ങളെല്ലാം അണിയിച്ച് മുനിയുടെ അടുത്തേക്ക് അയച്ചു. അവൾ മുനിയെ കണ്ട ഉടനെ സന്തോഷത്തോടെ നമസ്കരിച്ച് സ്വീകരിച്ചു. മനസ്സിൽ യാതൊരു കളങ്കവും കൂടാതെ മഹർഷിയോട് ചേർന്നതിനാൽ വളരെ വിശിഷ്ടനായ ഒരു പുത്രൻ നിനക്കുണ്ടാകും എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് വ്യാസൻ യാത്രയായി. ക്രമത്തിൽ അംബികയ്ക്ക് ധൃതരാഷ്ട്രൻ എന്ന അന്ധനായ പുത്രൻ ജനിച്ചു. അംബാലികയ്ക്ക് ദേഹം മുഴുവൻ പാണ്ഡുരവർണ്ണത്തോടുകൂടി പാണ്ഡുവെന്ന പുത്രനുണ്ടായി. ദേവി തുല്യയായ ദാസിക്കുണ്ടായ പുത്രനാണ് മഹാധർമ്മിഷ്ഠനും ബുദ്ധിമാനും ഗുണശാലിയുമായ വിതുരൻ. മാണ്ഡവ്യ മുനിയുടെ ശാപത്താൽ മനുഷ്യനായി പിറന്ന ധർമ്മദേവൻ തന്നെയായിരുന്നു വിതുരൻ. വ്യാസന്റെ വാക്കുകളിൽ നിന്ന് സത്യമെല്ലാം ഗ്രഹിച്ച സത്യവതിയും സന്തുഷ്ടയായി. 3 പുത്രന്മാരും ഹസ്തിനപുരത്തിൽ ഭീഷ്മരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നു. ഭീഷ്മരെ പോലെ രാജ്യഭക്തിയിലും ഭഗവാനോടുള്ള ഭക്തിയിലും മാത്രമല്ല ധാർമ്മിക വീക്ഷണങ്ങളിലും അചഞ്ചലമായ മനസ്സായിരുന്നു സാക്ഷാൽ വിതുര മഹാശയൻ്റേത്. ഭീഷ്മരുടെ ശിക്ഷണത്തിലും വാത്സല്യത്തിലും വളർന്ന 3 പുത്രന്മാരിൽ അസാധാരണമായ അടുപ്പം കൊണ്ടും ബഹുമാനം കൊണ്ടും വിതുരർ എന്നും ഭീഷ്മർക്കും ഭീഷ്മരുടെ നയങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഒപ്പമായിരുന്നു. വിതുരരിലേക്കെത്തുമ്പോൾ ധർമ്മരാജാവിനെ ന്യായത്തിൻ്റെ അഥവാ നീതിയുടെ പാഠങ്ങളിൽ ചിലത് ഇതുകൂടിയാണ് എന്ന് പഠിപ്പിച്ച മാണ്ഡവ്യ മഹർഷിയും എത്തുകയാണ് മഹാഭാരതത്തിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.